ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ വചനം വെളിച്ചമാണ്. വെളിച്ചം പകരുന്നതാണ്, അന്ധകാരത്തെ മാറ്റുന്നതാണ്, അന്ധകാരമുള്ള പാതകളിൽ പ്രകാശം പരത്തുന്നതാണ്. പാതയ്ക്ക് ദീപമാണ് ഈ വചനം. ജീവിതത്തിൻ്റെ അന്ധകാര മേഖലകളിൽ പ്രകാശം പരത്തിക്കൊണ്ട് സത്യപാതയിലൂടെ നമ്മെ നയിക്കുന്നതാണ് ദൈവവചനം, ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ തിരുവചനം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ ബൈബിളിൽ ഇരുളിനെക്കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും അനേകം ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിക്കാൻ കഴിയും. അതെ, സത്യമല്ലേ അത്? ഇന്ന് ഈ ലോകത്തിൽ പ്രധാനമായി രണ്ട് ശക്തികളേ ഉള്ളൂ. ഉണ്ട്, ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് രാജ്യ തന്ത്രജ്ഞരും നേതൃത്വവും എല്ലാം ഉണ്ട്. എങ്കിലും ആകമാനമായി നാം നോക്കിയാൽ, മൊത്തത്തിൽ പറഞ്ഞാൽ രണ്ട് ശക്തികൾ. ഒന്ന് വെളിച്ചത്തിൻ്റെ ശക്തി, രണ്ട് ഇരുളിൻ്റെ ശക്തി. ഈ രണ്ട് ശക്തികളും അവ തമ്മിലുള്ളതായ പോരാട്ടങ്ങൾ, അവ തമ്മിലുള്ളതായ യുദ്ധങ്ങൾ നടക്കുന്നു. ആ യുദ്ധഭൂമി മനുഷ്യഹൃദയം തന്നെയാണ്. മനുഷ്യഹൃദയത്തിലാണ് യുദ്ധം നടക്കുന്നത്. ഇരുളിൻ്റെ ശക്തിയും, എന്നാൽ ആ ഇരുളിനെ ജയിക്കുവാൻ വെളിച്ചത്തിൻ്റെ ശക്തിയും, ദൈവവും പിശാചും. ഇരുള് എന്നും പിശാചിനെ കാണിക്കുന്നു, വെളിച്ചം എന്നും ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇരുളും വെളിച്ചവും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയത് ഇന്നൊന്നുമല്ല, അങ്ങ് ഏദൻ തോട്ടത്തിലേ തുടങ്ങി. ദൈവം എവിടെ ഒരു നന്മ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ ദുഷ്ടനായ പിശാച് തൻ്റെ തിന്മ വിതയ്ക്കുവാനായി പരമാവധി പരിശ്രമിക്കും. അത് നമ്മുടെ കുടുംബങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും കാണാൻ കഴിയും. അതുകൊണ്ടല്ലേ ഇന്ന് ലോകം പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണെന്ന് തീ പിടിക്കുന്നതെന്ന് അറിയില്ല. നമുക്കറിയാം, ചില വസ്തുക്കൾ, അല്ലെ വിറകോ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കാൻ തുടങ്ങുമ്പോൾ, അതിൻ്റെ അടിയിൽ തീ കൊടുക്കുമ്പോൾ, അതിങ്ങനെ ആദ്യം ഒത്തിരി ഉണങ്ങിയതല്ല എങ്കിൽ പെട്ടെന്ന് അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? ഇങ്ങനെ പുകയും, കുറേ നേരം പുക വരും. ആ പുക വന്നതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് കാണാം അതങ്ങ് ആളിക്കത്തുന്നത്. അതുപോലെ ഇന്ന് ലോകം തീച്ചൂളയിലാണ്, പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അസ്വസ്ഥതകൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോക രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ, ലോക രാജ്യങ്ങൾ തമ്മിൽ അതങ്ങനെ ചെറുതായി ദേശങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, എന്തിന് കുടുംബങ്ങളിൽ തന്നെ ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ, അപ്പനും മക്കളും തമ്മിൽ എന്തെല്ലാമാണ് ലോകത്തിൽ നടക്കുന്നത്. ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ, സഹോദരങ്ങൾ തമ്മിൽ, എല്ലാം ഇന്ന് ഇരുളിൻ്റെ അന്ധകാര ശക്തിയുടെ പുകച്ചിൽ നമുക്ക് കാണാൻ കഴിയും. വേദപുസ്തകത്തിൽ നാം കണ്ണോടിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ ഈ ഇരുളിൻ്റെ വ്യാപാരം നമുക്ക് കാണാൻ കഴിയും. 2-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. Darkness was upon the face of the deep. Darkness. ആ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ ഇരുളുണ്ടായിരുന്നു എന്ന്. എന്തായിരിക്കാം കാരണം? ആ ഇരുളിൻ്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ കഴിയും. ജീവനുള്ള ദൈവം, സ്നേഹനിധിയായ ദൈവം, സർവശക്തനായ ദൈവം, സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം, ദൂതന്മാരാലും മാലാഖമാരാലും അകമ്പടി സേവിച്ച് അങ്ങനെ വാണരുളിയിരുന്ന നിത്യനായ ദൈവം നാം വേദപുസ്തകത്തിൽ കണ്ണോടിച്ചാൽ അറിയാം. ദൂതന്മാരുടെ തലവനായ അവന് ചില അധികാരങ്ങൾ ദൈവം കൊടുത്തപ്പോൾ അവൻ അഹങ്കരിക്കുകയും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ സിംഹാസനം സ്ഥാപിക്കുമെന്നെല്ലാം അവൻ സ്വയമേവ അഹങ്കരിക്കുകയും
ചെയ്തതായി നമുക്ക് തിരുവചനം വായിക്കാൻ കഴിയും. ഈ നിത്യനായ ദൈവം ഈ ദൂതന്മാരുടെ തലവനെ ഒരു പ്രത്യേക സ്ഥലത്ത് വാണരുളുവാൻ ആക്കിയെന്നും പിന്നീട് ആ ദൂതൻ ഈ ഭൂതലത്തെ അന്ധകാരമുള്ളതാക്കി തീർത്തു എന്നുമാണ് വേദപണ്ഡിതന്മാർ വിശദീകരണത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഭൂമി പാഴും ശൂന്യമായി ഇരുന്നു എന്നുള്ളതല്ല, ഭൂമി പാഴും ശൂന്യമാക്കി തീർത്തു എന്നാണ്. ആ തീർത്തതിൻ്റെ പിന്നിൽ ഒരന്ധകാര ശക്തി ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ ദൈവീക ശക്തി ആദ്യകാലം മുതൽ വാണിരുന്നുവെങ്കിലും അതിന് വിപരീതമായി ഒരന്ധകാര ശക്തി, അരുണോദയപുത്രനായ ശുക്രൻ എന്ന് എല്ലാം വേദപുസ്തകത്തിൽ പലയിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൂതന്മാരുടെ തലവൻ അവനിൽ നിന്നും അവനോട് ചേർന്ന് നിന്ന ചില ദൂതന്മാരിൽ നിന്നും വന്നതായ ചില ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളാണ് ഈ ഭൂമിയെ പാഴും ശൂന്യമാക്കി തീർത്തത്. തന്മൂലമാണ് ഇരുളുണ്ടായത്. പ്രിയപ്പെട്ടവർ, ഞാൻ എൻ്റെ ആഴങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾക്ക് വേദപുസ്തകം ശരിയായി ആഴത്തിൽ പഠിക്കുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഭൂമി പാഴും ശൂന്യമായി ഇരുന്നു എന്നുള്ളതിൻ്റെ യഥാർത്ഥമായ ഹീബ്രു വായിച്ച് അതിനെ നേരെ തർജ്ജമ ചെയ്യുമ്പോൾ ഭൂമി പാഴും ശൂന്യമാക്കി തീർത്തു എന്നാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ആരാണത് തീർത്തത്? അതിൻ്റെ പിന്നിൽ ഒരു ഇരുളിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ എഴുതിയിരിക്കുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. അതെ, ദൈവം വെളിച്ചങ്ങളുടെ ശക്തിയായ ജീവനുള്ള ദൈവം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് എന്നും എതിര് നിൽക്കുന്ന ഒരു ഇരുളിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. ഈ ഇരുളിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ കൈപ്പണിയായ ആദാമിനെയും ഹവ്വായെയും സന്തോഷത്തിൻ്റെ പറുദീസായിൽ നിന്നും ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കുവാൻ പരിശ്രമിച്ചത്. അത് എക്കാലത്തും നിങ്ങൾ മറക്കരുത്. ഒരു ദുഷ്ടനായ പിശാച്, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വരുന്ന ഒരു ദുഷ്ട പിശാചുണ്ട്. ആ പിശാച് എന്നും പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവർ രോഗങ്ങളുണ്ടാക്കും, കടബാധ്യതകളുണ്ടാക്കും, ഞെരുക്കങ്ങളുണ്ടാക്കും, അസ്വസ്ഥതകളുണ്ടാക്കും. ഇതാ ബന്ധങ്ങളെ തമ്മിൽ അകറ്റിക്കളയും. നമ്മൾ അറിയുന്നില്ല. ഒരു കുടുംബത്തിലൊരു ചെറിയ അസ്വസ്ഥത ഒരുപക്ഷെ അപ്പനും മകനുമായിട്ടായിരിക്കാം, ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കാം, അമ്മാവിയമ്മയും മരുമകളും തമ്മിലായിരിക്കാം. നമ്മൾ കാണുന്നത് അവർ തമ്മിലുള്ളൊരു ചെറിയ അകൽച്ചയാണെങ്കിലും അതിന് പിന്നിൽ വ്യാപരിക്കുന്നത് വലിയൊരു അന്ധകാര ശക്തിയാണ്. ഏദൻ തോട്ടം എന്തൊരു സൗഭാഗ്യത്തിൻ്റെ തോട്ടമായിരുന്നു. വൃക്ഷങ്ങളും ഫലങ്ങളും പുഷ്പങ്ങളും പുഷ്പലതാദികളും എല്ലാം ഉണ്ടായിരുന്ന ഏദൻ തോട്ടം. ഏദൻ തോട്ടം നനപ്പാൻ ഒരു നദി പുറപ്പെട്ടു. അത് 4 ശാഖകളായി ഒഴുകിയെന്നെല്ലാം നാം വായിക്കുന്നു. അങ്ങനെ എല്ലാവിധ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധി നിറഞ്ഞിരുന്ന ഏദൻ തോട്ടം. എന്നാൽ ആ ഏദൻ തോട്ടത്തിലേക്ക് ഇരുളിൻ്റെ ശക്തി വരികയും ഹവ്വ എന്ന ആദിമ സ്ത്രീയോട് ഇരുളിൻ്റെ അധികാരിയായ പിശാച് സംസാരിക്കുകയും ചെയ്തു. പിശാച് സംസാരിച്ചു. ദൈവത്തിനെതിരായിട്ട് എന്നും സംസാരിക്കുന്ന ഒരു അന്ധകാരത്തിൻ്റെ ശക്തിയുണ്ട്. നിത്യനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ പറഞ്ഞു, ഏദൻ തോട്ടത്തിലെ സകല നന്മകളും നിനക്ക് അനുഭവിക്കാം. ഒറ്റ കണ്ടീഷൻ, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം ആ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ മനുഷ്യനോട്, ഒന്ന് സൂക്ഷിക്കാൻ. പക്ഷേ ഇത് അറിഞ്ഞ ദുഷ്ടനായ പിശാച് ഈ മനുഷ്യനിലേക്ക് കടന്നു വന്നിട്ട് ആ ഹവ്വയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. ഉറപ്പിച്ചു പറയുകയാണ്. ദൈവം പറഞ്ഞു മരിക്കുകയുള്ളൂ എന്ന്. എന്നാൽ പിശാച് കുറച്ചുകൂടി അടിവരയിട്ട് പറയുന്നു മരിക്കുകയില്ല നിശ്ചയം. ഇന്നും അങ്ങനെയല്ലേ? ചില പാപങ്ങൾ 21-ാം നൂറ്റാണ്ടാണെങ്കിലും ഏത് നൂറ്റാണ്ടാണെങ്കിലും ശാസ്ത്രം പുരോഗമിച്ച് കമ്പ്യൂട്ടർ സയൻസ് വളർന്ന് ടെക്നോളജിയും സയൻസും വളർന്ന് ശാസ്ത്രം വളർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിലും പാപം തന്നെയാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ദൈവം പറഞ്ഞു ചെയ്യരുത്.
അനുസരണക്കേട് കാണിക്കരുത്, ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി പോകരുത്, എൻ്റെ വചനത്തിന് വിരുദ്ധമായി ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചാൽ നീ മരിക്കും. മരണമെന്ന് ഉദ്ദേശിച്ചത് ശാരീരികമായ ഒരു മരണമല്ല, ആത്മാവിൽ മരണമുണ്ടാകുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും പാപം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവ് മരിക്കുന്നു. പുറമേ മരണം സംഭവിക്കുന്നില്ല, പുറമേ ഒന്നും സംഭവിച്ചതായിട്ട് നമുക്ക് തോന്നുകയില്ല. പക്ഷേ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മാവുണ്ടല്ലോ, അത് ഡെഡായി പോകും, ആത്മാവിൽ മരിച്ചു പോകും, ആത്മാവിൽ മൃതരായിത്തീരും. അത് വലിയ അപകടമാണ്, വലിയ കെടുതിയാണ്. പിശാച് അവിടെ ജയിച്ചു, ഇരുളിൻ്റെ ശക്തി അവിടെ ജയിച്ചു. ദൈവം തൻ്റെ കൈകൊണ്ട് മെനഞ്ഞ് മനുഷ്യനെ സൃഷ്ടിച്ച് അവിടെ ആക്കി. പക്ഷേ ഇരുളിൻ്റെ അധികാരിയായി പിശാച് വന്നു, മനുഷ്യനിൽ ഉപദേശങ്ങൾ കൊടുത്തു. ആ മനുഷ്യൻ തോറ്റുപോയി, ഇരുൾ ജയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇരുൾ ജയിച്ചു. ആ ഇരുളിനെ തോൽപ്പിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ തൻ്റെ ജീവൻ തന്നത്. ആ ഇരുളിനെ തോൽപ്പിക്കാനാണ് യേശു ക്രിസ്തു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. ആ ഇരുളിൻ്റെ ശക്തിയെ തോൽപ്പിച്ച് കാൽവറിയിൽ ജയത്തിൻ്റെ ഉത്സവം ആചരിച്ചു. എഫേസ്യ ലേഖനത്തിൽ പറയും, വിജയം കൊണ്ടാടിയെന്ന്, വിജയം വരിച്ചുവെന്ന്. ഹല്ലേലൂയ. കാൽവറി ക്രൂശിൽ പിശാചിന്റെ തലയെ തകർത്തപ്പോൾ അന്ധകാര ശക്തികൾ മേൽ കർത്താവായ യേശു ക്രിസ്തു വിജയം കൊണ്ടാടുകയായിരുന്നു. ദൈവനാമം മഹത്വപ്പെട്ടെ. നമുക്ക് ഈ ഇരുളിനോട് യാത്ര പറയാം, എന്നും വെളിച്ചമാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാം. അങ്ങനെ നാം വെളിച്ചമാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ നമ്മുടെ ജീവിതം പ്രകാശിക്കും, നമ്മുടെ ജീവിതം പ്രകാശമുള്ളതായിത്തീരും, നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറും, നമ്മുടെ ജീവിതത്തിൽ സമാധാനം നിറയും. ടെൻഷൻ അടിച്ച് വലഞ്ഞ് ജീവിക്കേണ്ട ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. വലഞ്ഞ് ഉഴന്ന് ഭാരപ്പെട്ട് ഭാരം ചുമന്ന് നെടുവീർപ്പിട്ട് വലഞ്ഞുഴന്ന് ജീവിക്കേണ്ട ജീവിതം അല്ല പ്രിയരേ ക്രിസ്തീയ ജീവിതം. കഷ്ടതയിലും പാടുവാൻ, നഷ്ടത്തിലും ആനന്ദിപ്പാൻ. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും കടബാധ്യതയുടെ മധ്യത്തിലും ഞെരുക്കത്തിൻ്റെ മധ്യത്തിലും ഈ വെളിച്ചമാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവിതം നയിക്കേണ്ടവരാണ് നാം. അതിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. ഇരുളിനോട് യാത്ര പറഞ്ഞ്, ഇരുളിൻ്റെ ശക്തികളോട് യാത്ര പറഞ്ഞ് നമുക്ക് വെളിച്ചത്തിൽ നടക്കാം, വെളിച്ചത്തിൻ്റെ മക്കളായിത്തീരാം, വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ സാക്ഷിക്കാം. വെളിച്ചത്തിൻ്റെ ലോകത്തിൽ ഇരുളൊട്ടുമില്ലാത്ത ആ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് ഒരുങ്ങാം. അതിന് കർത്താവ് ഇടയാക്കട്ടെ, നമുക്ക് അതിനുള്ളതായ മഹാഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വം കൊടുക്കുവാൻ ഇടയാകട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ എന്തെങ്കിലും ആത്മീയമായ സംശയങ്ങളോ മുന്നോട്ട് പോകാൻ ചില തടസ്സങ്ങളായി നിൽക്കുന്ന കാര്യങ്ങളോ ഒന്ന് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വിളിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. കർത്താവ് നിങ്ങളെ നിറവടിയായി അനുഗ്രഹിക്കും.